ഓക്കെ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ മെറിറ്റ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സംഭവം, എങ്ങനെയാണ് അവിടെ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ മെറിറ്റ്സ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് കൊണ്ടെന്ന് പറയുന്നത് ഈ ഒരു ബോർ മോഡൽ എന്ന് പറയുന്നത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ്റെയും അതേപോലെ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെയും സ്പെക്ട്രനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് 1 ഇലക്ട്രോൺ സ്പീഷീസിൻ്റെ സ്പെക്ട്ര ആര് പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? ബോർ മോഡൽ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. He+ എന്ന് പറയുന്ന സമയത്ത് അതിൽ എത്ര ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക? അതിലും ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. Li2+, Be3+, ബോറോൺ 4+, അതിലൊക്കെ എത്ര ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക? ഒരു ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അപ്പോൾ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ സ്പെക്ട്ര ആര് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്? ബോർ അറ്റോമിക് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്യുന്നുണ്ട്? ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് കുഡ് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം ബൈ പ്രപ്പോസിങ് സ്റ്റേഷനറി ഓർബിറ്റ്സ് ഫോർ റിവോൾവിങ് എ ഇലക്ട്രോൺ. നമ്മൾ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഡിഫറൻറ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺസ് കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, സ്റ്റേഷനറി ഓർബിറ്റ്സ്. അപ്പോൾ ഇലക്ട്രോൺസിനെ റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഷനറി ഓർബിറ്റ്സിനെ ആര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ബോർ മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിനെ പറ്റിയിട്ടും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ സെക്കൻഡ് മെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്, റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ കാൽക്കുലേഷൻ. ഈ ഒരു ബോർ മോഡൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇറ്റ് വാസ് ഏബിൾ ടു കാൽക്കുലേറ്റ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് വാല്യൂ വിച്ച് ഈസ് ഗുഡ് അഗ്രിമെൻറ്റ് വിത്ത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് വാല്യൂ. അപ്പോൾ ബോർ മോഡൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ആ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് നമ്മൾ RH എന്നാണ് അല്ലെങ്കിൽ R എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരുന്നത്? 109678 എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെന്ന് ചെയ്യുക? 10 എന്ന് പറയുന്നത് ഡിക്രീസിങ് ഓർഡറാണ്. ദെൻ 678 എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഓർഡറാണ്. ആ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അഥവാ RH അല്ലെങ്കിൽ R വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ മൂന്നാമത്തേത് എന്താണ് ബോർ മോഡൽ പറയുന്നത്? എന്താ പറയുന്നത്? Able to calculate Rydberg constant value. റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബോർ എനർജി. ഓരോ ഓർബിറ്റലിൽ ഓരോ എനർജി ആയിരിക്കും. അങ്ങനെ ബോർ എനർജി ഇക്വേഷൻ ഹൈഡ്രജൻ്റെതും അതേപോലെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെതും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ബോർ എനർജി ഇക്വേഷൻ കുഡ് ബി അപ്ലിക്കബിൾ ഫോർ ഹൈഡ്രജൻ ആറ്റം ആസ് വെൽ ആസ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് ഓർ അയോൺസ്. ഹൈഡ്രജൻ ലൈക്ക് അയോൺസ് ആണ് വരിക, ഹൈഡ്രജൻ ആറ്റംസ് ആണ് വരിക. അയോൺ എന്ന് പറയാൻ പോസിറ്റീവ് ചാർജസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു രീതിയിൽ പറയുന്നത്. അപ്പം നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബോർ എനർജി ഇക്വേഷൻ ഹൈഡ്രജൻ ആറ്റത്തിലും അതേപോലെ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിലും എന്താണ്? അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ബോർ എനർജി ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് ബോർ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് En is equal to -2π² me⁻⁴z³ n²h². ഇതാണ് കറക്റ്റ് ബോർ എനർജീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓർബിറ്റിൻ്റെ nth ഓർബിറ്റലിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ ഹൈഡ്രജൻ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലേ? ആണോ? Yes. അപ്പോൾ നമുക്ക് -2π² me⁻⁴ ഇൻറ്റു 1³ n²h² നേടിക്കൂടെ? അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? En is equal to -2π² me⁻⁴n²h² എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ഇതിൽ പൈയുടെ വാല്യൂ 3.14 നമുക്കറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം, ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും നമുക്കറിയാം. ക്ലിയർ ആണോ?
അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് nth ഓർബിറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു രൂപത്തിൽ കിട്ടും. ദാറ്റ് ഈസ് -21.72 ഇൻറ്റു 10⁻⁹ ജൂൾ പെർ ആറ്റം. ഈ ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. -21.72 ഇൻറ്റു 10⁻⁹ എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക -2.18 ഇൻറ്റു 10⁻⁸ എന്നാണ്. നമ്മൾ പറഞ്ഞത് -21.72 എന്നാണ്. ജസ്റ്റ് ഒന്നും കൂടെ മാറുന്ന നേരം 10⁻⁸ ആവും. ദാറ്റ് ഈസ് -21.72 ഇൻറ്റു 10⁻⁹ ഡിവൈഡഡ് ബൈ n² ജൂൾ പെർ ആറ്റം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ദെൻ ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ നമ്മൾ പറയും -13.6. ആ യെസ്, അത് മാറിപ്പോയത് കേട്ടോ. z² ആണ് വരിക. -2π² me⁴ z² എന്നാണ് വരിക. ഓക്കെ, സോറി ടൈപ്പ് ചെയ്തപ്പോൾ. എന്താണ് എങ്ങനെ h² h എന്താ? ഡിവൈഡഡ് ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ആ, അതിൻ്റെ സ്ക്വയർ ടെക്സ്റ്റിലായില്ലല്ലോ. ടെക്സ്റ്റിൽ -2.18 ഇൻറ്റു z² n² എന്നല്ലേ ഉള്ളൂ. ആ, അത് എച്ചിൻ്റെ വാല്യൂ അവിടെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്താണ് -2.18 നമുക്ക് കിട്ടിയത്. ഓക്കെ. അപ്പം ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ -13.6 ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട. ദെൻ നമുക്ക് ഫൈനലി എന്തെന്ന് എഴുതാം? ഈ ഒരു എനർജീനെ, സ്റ്റേഷനറി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജീനെ നമുക്ക് ഈ ഒരു രൂപത്തിൽ എഴുതാം. En ഈസ് ഈക്വൽ ടു -RH ഇൻറ്റു 1/n1² എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയുള്ള RH എന്ന് പറയുന്നത് റെഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള 2.18 ഇൻറ്റു 10⁻⁸ ജൂൾ എന്ന് പറയുന്നതാണ്. ഇത് എനർജീൻ്റെ ഭാഗത്ത് പറയുന്ന റെഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. En ഈസ് ഈക്വൽ ടു -RH ഇൻറ്റു 1/n1². ഇനി n1ൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. n1ൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? En ഈസ് ഈക്വൽ ടു -RH ഇൻറ്റു 1/1² എന്നല്ലേ കിട്ടുക. ദാറ്റ് ഈസ് -2.18 ഇൻറ്റു 10⁻⁸ എന്ന് കിട്ടും. അതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത്. ഇനി n-ൻ്റെ വാല്യൂ 2 ആണെങ്കിലോ ഇവിടെ 1/2² എന്ന് വരും. ദാറ്റ് ഈസ് E2 ഈസ് ഈക്വൽ ടു -0.545 ഇൻറ്റു 10⁻⁹ ജൂൾ എന്ന് കിട്ടും. ഈ സെക്കൻഡ് എനർജി ലെവലിനെയാണ് നമ്മൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പോയോ? കട്ടായി പോയോ? ഇത് ഇല്ല സാർ, കേക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത് ഇല്ലേ? നമ്മളെ ഇങ്ങോട്ട് നോക്ക്. ഈ ഒരു ഇക്വേഷനിൽ En is equal to -2π² me⁴ z² h² എന്ന് എഴുതിയില്ലേ? അതിൽ z ഹൈഡ്രജൻ ആറ്റ് ആയതുകൊണ്ട് z-ന് 1 കൊടുത്തത് മനസ്സിലായോ? മനസ്സിലായി. z-ന് 1 കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? കിട്ടിയോ? ആ ഇക്വേഷനിൽ പൈൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ? എമ്മിൻ്റെ വാല്യൂ, ഇലക്ട്രോണിൻ്റെ മാസ് എത്രയെന്ന് നമുക്കറിയാലോ. 9.1 ഇൻറ്റു 10⁻⁻31 ആണ് ഇലക്ട്രോണിൻ്റെ മാസ് വരിക.
ദെൻ ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയില്ലേ, 1.6 ഇൻറ്റു 10⁻⁻19 ആണ്, 19 കുളൂമ്പാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് വരും. ദെൻ എച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, 6.626 ഇൻറ്റു 10⁻34. ആ വാല്യൂ ഒക്കെ കൂടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടൂലേ, -21.27 ഇൻറ്റു 10⁻19 കിട്ടൂലേ. ആ ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റുമ്പോൾ നമുക്ക് -2.18 ഇൻറ്റു 10⁻18 എഴുതി കൂടെ. ഈ ഒരു പോയിന്റ് ലെഫ്റ്റിലോട്ട് മാറ്റുമ്പോൾ 10⁻18 ആവൂലേ. ആവും മക്കളെ. ആ അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെന്ന് കിട്ടും, -2.172 ഇൻറ്റു 10⁻18 കിട്ടൂലേ. ആ 2.18 ഇൻറ്റു 10⁻18 എന്ന് പറയുന്നതാണ് ഈ RH എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞത്. RH-ൻ്റെ വാല്യൂ നമുക്ക് 1 കൊടുക്കുമ്പം RH എന്ന് പറയുന്നത് 2.18 ഇൻറ്റു 10⁻18 എന്ന് കിട്ടും. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലത്തൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇത് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളത്. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 5th ആണ്, ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ഓർബിറ്റ് ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ബോർ ഇക്വേഷൻ. ബോർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് nth ഓർബിറ്റലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് Rn is equal to n²h²/4π²me² എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇതിലുള്ള കുറേ വാല്യൂസ് നമുക്കറിയാം. എച്ചിൻ്റെ വാല്യൂ അറിയാം, പൈൻ്റെ വാല്യൂ അറിയാം, എമ്മിൻ്റെ വാല്യൂ അറിയാം, ഇൻ്റെ വാല്യൂ അറിയാം. ഇനി ഹൈഡ്രജൻ ആണെങ്കിൽ Z1 ആയിരിക്കും. ഇതൊക്കെ കൂടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് Rn is equal to 0.529 n² ആംസ്ട്രോം എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് വെച്ചിട്ട് പ്രോബ്ലം കാണലുണ്ട്. ദാറ്റ് ഈസ് Rn is equal to 0.529 n² ആംസ്ട്രോം എന്ന് കിട്ടും. ക്ലിയർ ആണോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ 0.052 എന്നുള്ളത് A0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ n is equal to 1 ആണെങ്കിൽ അതാണ് ഹൈഡ്രജൻ്റെ റേഡിയസ് വരിക. ദെൻ ഫോർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്, ഹൈഡ്രജൻ ആണെങ്കിൽ നമ്മൾ R1 എന്ന് പറയുന്നത് 0.529 ആംസ്ട്രോം എന്ന് പറയുന്നതാണ്, അതായത് n-ൻ്റെ വാല്യൂ 1 ആയിരിക്കും. ദെൻ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണെങ്കിൽ അവിടെ Z-ൻ്റെ വാല്യൂ മാറും. ദാറ്റ് ഈസ് Rn is equal to 0.529 n²/Z ആംസ്ട്രോം എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ, ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കണം. ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കുറേ ലൈൻസ് കാണുന്നുണ്ട്. ആ ലൈൻസിൻ്റെ ഫ്രീക്വൻസി, ദ ഫ്രീക്വൻസീസ് ഓഫ് ദ ലൈൻ ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം വർ കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ബോർസ് ഇക്വേഷൻ ആൻഡ് ആർ ഫൗണ്ട് ടു ബി ഗുഡ് ഇൻ അഗ്രിമെൻറ്റ് വിത്ത് ദ എക്സ്പെരിമെൻ്റൽ വാല്യൂസ് ഓഫ് സ്പെക്ട്രൽ സീരീസ്. അപ്പോൾ അവിടെ നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നുണ്ട്, വേവ് നമ്പറൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ ഹൈഡ്രജൻ സ്പെക്ട്രം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഞാൻ അവിടെ പറഞ്ഞു തരാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഡിമെറിറ്റ്സ് ആണ്. ഒന്നാമത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് അവരെന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസിൻ്റെ സ്പെക്ട്രനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹൈഡ്രജനും ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആയിട്ടുള്ള 1 ഇലക്ട്രോൺ സ്പീഷീസിൻ്റെ സ്പെക്ട്ര മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഒന്ന് കൂടുതൽ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെക്ട്രനെ പറ്റി ആരും എന്ത് പറയുന്നില്ല, ബോർ മോഡൽ ഒന്നും തന്നെ പറയുന്നില്ല. ദെൻ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരെന്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഫൈൻ സ്പെക്ട്രത്തെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആറ്റംസിൻ്റെയും അയോൺസിൻ്റെയും ഒന്നും ഫൈൻ സ്പെക്ട്രത്തെ പറ്റി ഇവരൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. എന്താ ഈ ഫൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോഴുള്ള സ്പെക്ട്രത്തിന് നമ്മൾ ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിംഗിൾ ലൈനായിട്ടുള്ള നമ്മൾ കുറേ സ്പ്ലിറ്റ് ചെറിയ ചെറിയ കുഞ്ഞ് ലൈൻസ് ആയിട്ട് കാണും. ആ സ്പെക്ട്രത്തിനാണ് നമ്മൾ ഫൈൻ സ്പെക്ട്രം എന്ന് പറയുക.
അതിനെ പറ്റിയിട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, ആ ബോർ മോഡൽ ഒന്നും തന്നെ പറയുന്നില്ല. ദെൻ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിലുള്ള സ്പ്ലിറ്റിങ്ങിനെ പറ്റിയിട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, ഒന്നും തന്നെ പറയുന്നില്ല. അതിനെയാണ്, ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സീമൻ എഫക്റ്റ് എന്ന് പറയാം. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സീമൻ ഇഫക്റ്റ്. സീമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഒരു സ്പെക്ട്രൽ ലൈൻസ് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ സീമൻ എഫക്റ്റ് എന്ന് പറയുക. അതിനെ പറ്റിയിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, ഒന്നും തന്നെ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡാണ് പറഞ്ഞത്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിലും അത്തരം സ്പ്ലിറ്റിങ്ങുകൾ ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിലുള്ള സ്പ്ലിറ്റിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സ്റ്റാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് എഫക്റ്റ് പറഞ്ഞു. ഏതൊക്കെയാണത്? Zeeman effect and Stark effect. സീമൻ ഇഫക്റ്റ് ആൻഡ് സ്റ്റാക്ക് ഇഫക്റ്റ്. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിലാണ്, ഒന്ന് ഇലക്ട്രിക് ഫീൽഡിലാണ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കണം, ഈ പേര് കേട്ടെങ്കിലും വെക്കണം. ദെൻ ഫിഫ്ത്ത് ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മോളിക്യൂൾസ് ഫോം ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. കുഡ് നോട്ട് എക്സ്പ്ലെയിൻ അബിലിറ്റി ഓഫ് ആറ്റം ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോണ്ട്. അതിനെ പറ്റി ഒന്നും തന്നെ ഇവരെന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അതേപോലെ ആംഗുലാർ മൊമെൻറ്റം, ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണ്, അതിനെ പറ്റിയിട്ടും എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, mvr=nh/2π എന്ന് പറയുന്നത്. അതേപോലെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇത് നിങ്ങളെ ഈ ഒരു പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് വരുന്നതാണ്, അതിന് അഗെയിൻസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ആറ്റം മോഡൽ എന്ന് പറയുന്നത് 2 ഡയമെൻഷനലാണ്. ഒരു സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട് എന്നാണ്. അതായത് സ്ഫിയർ ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു 2 ഡയമെൻഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആറ്റം മോഡൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു പോയിന്റ്, ഇത്രയും പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ദെൻ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ ബോർ മോഡൽ എടുക്കുന്നതിൻ്റെ മുന്നേ അവിടെ നിങ്ങൾക്ക് ലൈൻ സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം, ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. ആ ഒരു ഭാഗം ഞാൻ അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ഞാനിവിടെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അഥവാ ഹൈഡ്രജൻ സ്പെക്ട്രം അല്ലെങ്കിൽ സ്പെക്ട്രൽ സീരീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് എനർജി റിലീസ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഹൈഡ്രജൻ ആറ്റം അങ്ങനെ എക്സൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവും, അത് അവിടുന്ന് തിരിച്ചെന്ത് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് വരും. ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് എന്ത് ചെയ്യും, റിട്ടേൺ വരും. ആ റിട്ടേൺ വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും, എനർജി എമിറ്റ് ചെയ്യും, ബൈ എമിറ്റിംഗ് ദ എനർജി. ക്ലിയർ ആണല്ലോ? അപ്പം ആ ഒരു എനർജി എന്ന് പറയുന്നത് റേഡിയേഷൻ്റെ ഫോമിലാണ് എന്ത് ചെയ്യുക, എമിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദിസ് എനർജി ഈസ് ഗിവൺ ഔട്ട് ബൈ ദ ആറ്റം ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആസ് ഇലക്ട്രോൺ ജംപ് ഡൗൺ ഫ്രം ഹയർ ടു ലോവർ ഓർബിറ്റ്. ഹയർ എനർജി ഉള്ള ഓർബിറ്റലിൽ നിന്നും ലോവർ എനർജി ഉള്ള ഓർബിറ്റലിലോട്ട് ഇലക്ട്രോൺ വരുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി കുറവായിരിക്കും. ആ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് ഓഫ് എനർജി, ലൈറ്റ് എനർജി ഒക്കെ കിട്ടുന്ന സമയത്ത് ആ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഇവർ എവിടേക്ക് പോണത്, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോണത്. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഹൈ എനർജി വളരെ കൂടുതലായിരിക്കും. അവിടുന്ന് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് എനർജി റിലീസ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു എനർജിയായിട്ട് അവർക്ക് താഴോട്ടിറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം, എനർജി റിലീസ് ചെയ്യണം. അങ്ങനെ എനർജി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക, ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരാം. അങ്ങനെ എനർജി റിലീസ് ചെയ്യുന്നത് മെയിൻലി ഫോട്ടോൺസിൻ്റെ രൂപത്തിലാണ്. ഓക്കെ, അപ്പം ഇവിടെ ലെവൽ 1 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക, ലെവൽ 2 എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അങ്ങനെ എനർജി അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ഇവരെന്ത് ചെയ്യും, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. എപ്പോൾ, എനർജി കിട്ടുന്ന സമയത്ത്. ആ ഒരു എനർജി അവരെന്ത് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ എമിറ്റ് ചെയ്യും.
അതെന്തിൻ്റെ ഫോമിലായിരിക്കും? മെയിൻലി ഫോട്ടോൺസ് ആയിട്ടാണ് അവരെന്ത് ചെയ്യുക? എമിറ്റ് ചെയ്യുക. ഇഫ് ദ ആറ്റം ഗോസ് ടു സ്റ്റേറ്റ് ഓഫ് ലോവർ എനർജി, ഇവിടുന്ന് ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലോട്ട് പോകുമ്പോൾ ഇറ്റ് എമിറ്റ്സ് എ ഫോട്ടോൺ, അവർ ഫോട്ടോണിനെ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എനർജി പാക്കറ്റ്. എനർജി പാക്കറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ആറ്റം എന്ത് ചെയ്യും? ഫോട്ടോൺസ് ആയിട്ട് എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു എമിഷൻ എന്ന് പറയുന്നത് സ്പെക്ട്രോമീറ്ററിൽ കൂടെ, സ്പെക്ട്രോസ്കോപ്പ് കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് അതെന്തായിരിക്കും? ഷാർപ്പ് സ്ട്രെയിറ്റ് വെർട്ടിക്കൽ ലൈൻസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ത് ചെയ്യാൻ പോവാണ്? ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു ഹൈഡ്രജൻ സ്പെക്ട്രം ഉണ്ടാവുന്ന നമ്മൾ പറഞ്ഞു ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സ്പെക്ട്രൽ സീരീസ്. സ്പെക്ട്രൽ സീരീസിലുള്ള ഇലക്ട്രോൺ ട്രാൻസിഷൻ വഴിയാണ് ഈ ഒരു സ്പെക്ട്രൽ ലൈൻസ് ഫോം ചെയ്യുന്നത്. മെയിനായിട്ട് 5 എണ്ണമാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലൈമാൻ സീരീസ്, ദെൻ ബാൾമർ, ദെൻ പാഷൻ, ദെൻ ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട് സീരീസ്. നിങ്ങൾ കേട്ടതല്ലേ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഡിഫറെൻറ്റ് സീരീസ് നിങ്ങൾ പഠിച്ചതല്ലേ? ആണോ? കേട്ടിട്ടുണ്ടോ? ഇല്ല സർ. കേട്ടിട്ടേ അല്ലേ? കേട്ടിന്. കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നമുക്ക് മെയിനായിട്ട് 5 സീരീസാണ് പറയാനുള്ളത്. ഏതൊക്കെയാണത്? ലൈമൺ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സീരീസ് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. ആ ഒരു സീരീസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ബോർ തിയറി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അക്കോർഡിംഗ് ടു ബോർ തിയറി, ദ വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ എമിറ്റഡ് ഫ്രം ഹൈഡ്രജൻ ആറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ഇക്വേഷനെയാണ് നമ്മൾ റിഡ്ബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1/λ is equal to r into 1/n1² minus 1/n2² എന്ന് പറയുന്നതാണ് ആ ഒരു ഇക്വേഷൻ. ഇതിൽ r എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു 109 × 678 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അല്ലേ? ആ ഒരു വാല്യൂ നമ്മൾ പറഞ്ഞതല്ലേ? 10, 9, 6, 7, 8 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പം ഈ ഒരു ബോർ തിയറി യൂസ് ചെയ്തിട്ട് നമ്മൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ദാറ്റ് ഈസ് 1/λ is equal to എന്താ വരിക? r into 1/n1² minus 1/n2² എന്ന് പറയുന്നത്. ഇതിൽ n1 എന്ന് പറയുന്നത് ഇന്നർ ഓർബിറ്റലും n2 എന്ന് പറയുന്നത് ഔട്ടർ ഓർബിറ്റലുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അവിടെ എഴുതി വെക്കുക. നമ്മൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഫ്രീക്വൻസി വേവ് നമ്പർ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നൊരു ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആണോ? കേൾക്കുന്നുണ്ടോ? പോയോ? ഹലോ? ഓക്കെ. ഓക്കെ ആണ് ശരി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രമാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. n1 എന്ന് പറഞ്ഞാൽ ഇന്നർ ഓർബിറ്റലാണ്, n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ഓർബിറ്റലാണ്. അപ്പം എനർജി കിട്ടുന്ന സമയത്ത് ഇലക്ട്രോൺസ് പോവുക ഇന്നർ ഓർബിറ്റലിൽ നിന്നും ഔട്ടർ ഓർബിറ്റലിലേക്കാണ് പോവുക. എവിടെ നിന്ന് അങ്ങോട്ടാണ് പോവുക? ഇന്നർ ഓർബിറ്റൽ ഔട്ടർ ഇന്നർ ഓർബിറ്റൽ നിന്ന് ഔട്ടർ ഓർബിറ്റലിലേക്കാണ് എന്ത് ചെയ്യുക? ഇലക്ട്രോൺസ് പോവുക എനർജി കിട്ടുന്ന സമയത്ത് കേട്ടോ. എനർജി റിലീസ് ചെയ്തിട്ട് ഔട്ടറിൽ നിന്ന് ഇന്നറിലോട്ട് വരികയാണ് ചെയ്യുക. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രമാണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ബോർ എനർജി ലെവൽസും അതിൻ്റെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടെ പല ടൈപ്പ് എനർജി ലെവൽസ് ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ആണ്. n1, n2, n3, n4, n5, n6 ആൻഡ് n7, n8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ n ഈക്വൽ ടു വട്ട് എന്ന് പറയുന്നത് ഇന്നർ ഓർബിറ്റ് ആണ്. അപ്പം ആദ്യത്തെ ഒരു ഇലക്ട്രോൺ വരികയാണെന്ന് വിചാരിക്കുക. അത് വരുന്ന എവിടെ നിന്ന് അങ്ങോട്ടാണ്? 2 1ലോട്ടാണ്.
അടുത്തത് 3 1 4 1 5. ഈ n ഈക്വൽ ടു 1 ആവുന്ന കേസിൽ ഡിഫറെൻറ്റ് n2 വാല്യൂസ് ഡിഫറെൻറ്റ് ഔട്ടർ ഓർബിറ്റലിൽ നിന്നും ഇന്നർ ഓർബിറ്റലായിട്ടുള്ള n1 വരുന്ന ഈ ഒരു സ്പെക്ട്രൽ സീരീസിനെ അതിന് പറയുന്ന പേരാണ് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈമാൻ സീരീസിൽ n1 ഈക്വൽ ടു 1 ആയിരിക്കും, n2 എന്ന് പറയുന്നത് 2 3 4 5 6 7 8 അങ്ങനെ പോകും. ഓക്കെ, ഈ ഒരു ലൈമാൻ സീരീസ് എന്ന് പറയുന്നത് UV റീജിയൻ, അൾട്രാ വയലറ്റ് റീജിയനിലാണ് വരിക. അപ്പോൾ ലൈമാൻ സീരീസിലെ n1 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 1. n2 എന്ന് പറയുന്നതോ 2 3 4 5. അതിലേത് വേണമെങ്കിലും ആവാം. അപ്പോൾ ലൈമാൻ സീരീസിൽ n1 1 ആയിരിക്കും, n2 എന്ന് പറയുന്നത് 2 to ഇൻഫിനിറ്റി ആണ് വരും. ദെൻ അടുത്തൊരു കേസിൽ, ഇനി സെക്കൻഡ് കേസിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കൂലേ? കാരണം ഇനി 1 ഫുൾ ആയില്ലേ, 1ലേക്ക്. ഇതാണോ? അതായത് ഈ കാണിച്ചിട്ടുള്ളത് എനർജി ലെവൽസ് ആണ്, n ഈക്വൽ ടു 1 2 3 4 5 6 എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഏറ്റവും ബോട്ടത്ത് കിടക്കുന്നത് n ഈക്വൽ ടു 1 അല്ലേ? അതിനാണ് ഇപ്പം എനർജി കുറവുണ്ടാവുക ഈ ഒരു ലെവലിൽ. അപ്പം n2 ന്ന് 1ലേക്ക് വരാം, 3 ന്ന് 1ലേക്ക് വരാം, 4 ന്ന് 1ലേക്ക് വരാം. അങ്ങനെ ബാക്കിയുള്ള ഔട്ടർ ഓർബിറ്റൽസ് എന്നൊക്കെ n ഈക്വൽ ടു 1ലേക്കാണ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പം ആ സീരീസിനെ, ഈ ഒരു സ്പെക്ട്രൽ സീരീസിന് നമ്മൾ പറയുന്ന പേരാണ് ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. ലൈമാൻ സീരീസ് ആണെങ്കിൽ അവിടെ n എന്ന് പറയുന്നത് 1 ആയിരിക്കും, ദാറ്റ് ഈസ് n1 എന്ന് പറയുന്നത് 1 ആയിരിക്കും, n2 എന്ന് പറയുന്നത് 2 ആവാം, 3 ആവാം, 4 ആവാം, അപ് ടു ഇൻഫിനിറ്റി വരെ ഏത് വേണേലും ആവാം. അപ്പോൾ ആ ഒരു സീരീസിനെയാണ് നമ്മൾ ലൈമാൻ സീരീസ് എന്ന് പറയുക. അത് ഉൾക്കൊള്ളുന്ന റീജിയൻ എന്ന് പറയുന്നത് UV റീജിയൻ ആയിരിക്കും, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം UV റീജിയനിൽ ആയിരിക്കും. ദെൻ അടുത്തതിൽ നെക്സ്റ്റ് കേസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ n1 ഈക്വൽ ടു 2 ആയിരിക്കൂലേ? ആണോ? ആ, അപ്പോൾ അവിടെ n2 എന്ന് പറയുന്നത് 2 വരുമോ? 2 3 4 5 എന്ന് പറയാൻ പറ്റുമോ? n1 ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് n2 ഈക്വൽ ടു 2 3 4 5 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. n2 എന്ന് പറയുന്നത് 3 മുതലാണല്ലേ സ്റ്റാർട്ട് ചെയ്യുക, ദാറ്റ് ഈസ് 3 to 2 4 to 2 5 to 2 6 7 8. അപ്പം ഇവിടെ n1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്, n2 എന്ന് പറയുന്നത് 3 4 5 6 ആണ്. ഈ സീരീസിനെ നമ്മൾ പറയുന്ന പേരാണ് ബാൾമർ സീരീസ്. n1 ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ലൈമാൻ സീരീസ് ആണ്, n1 ഈക്വൽ ടു 2 ആണെങ്കിൽ അത് ബാൾമർ സീരീസ് ആണ്. ഈ ബാൾമർ സീരീസ് എന്ന് പറയുന്നത് വിസിബിൾ റീജിയനിലായിരിക്കും, നമുക്ക് കാണാൻ പറ്റുന്ന വേവ് ലെങ്ത്തിൻ്റെ ഇടയിലാണ് ഈ ബാൾമർ സീരീസ് വരിക. ദെൻ അത് കഴിഞ്ഞിട്ട് n1 ഈക്വൽ ടു 3 വരുന്നുണ്ട്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പാഷൻ സീരീസ് എന്ന് പറയുന്നത്. n1 3 ആണ്, n2 4 5 6 ആണ്, അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. ദെൻ n1 ഈക്വൽ ടു 4 വരുന്നതുണ്ട്, അതാണ് ഇത് പാഷൻ ബ്രാക്കറ്റ്. ദെൻ n1 ഈക്വൽ ടു 5 വരുന്നത് ഫണ്ട് സീരീസ് ആണ്. ദെൻ n1 ഈക്വൽ ടു 6, n1 ഈക്വൽ ടു 7 എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് സീരീസ് വരെ പഠിച്ചാൽ മതി. n ഈക്വൽ ടു 1, n ഈക്വൽ ടു 2, n ഈക്വൽ ടു 3, n ഈക്വൽ ടു 4 ആൻഡ് n ഈക്വൽ ടു 5 വരെ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ UVയിലാണ് n1 ഈക്വൽ ടു 1 വരുന്ന ലൈമാൻ സീരീസ് ഉള്ളത്, വിസിബിൾ റീജിയനിലാണ് ബാൾമർ സീരീസ് ഉള്ളത്, ദെൻ ഇൻഫ്രാറെഡ് റീജിയനിലാണ് ബാക്കിയുള്ള സീരീസുകളൊക്കെ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മളിപ്പം തൊട്ട് മുമ്പ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞില്ലേ, ലാംഡയൊക്കെ ആയിട്ട് 1/λ is equal to RH into 1/n1 square minus 1/n2 square എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളോട് പറയും ബാൾമർ സീരീസിൽ എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങളോട് പറയും വിസിബിൾ റീജിയനിലുള്ള ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈനിൽ എന്ന് പറയും. അപ്പോൾ വിസിബിൾ റീജിയനിലുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അത് ഏത് സീരീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ബാൾമർ സീരീസിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവണം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ഒരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലൈമൺ സീരീസ് 5 എണ്ണം പഠിക്കാനുണ്ട്. ലൈമൺ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അതിലെ n1ൻ്റെ വാല്യൂ എന്താണ്, n2ൻ്റെ വാല്യൂ എന്താണ്, അത് ഏത് റീജിയനിലാണ് വരുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കണം. ക്ലിയർ ആണല്ലോ? Yes. ഓക്കെ.
അപ്പോൾ ഇതതിൻ്റെ മൊത്തമായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞു. ദെൻ ഇതാണ് സ്പെക്ട്രൽ ലൈൻസ് കേട്ടോ. ദെൻ ഇത് ആറ്റത്തിൻ്റെ ഇത് ന്യൂക്ലിയസ് ആണ്. ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് എന്താണ് സംഭവം എന്നുള്ളത്? ഈ ഒരു ഓർബിറ്റിൽ നിന്ന്, അതായത് n=1, ഇത് n=2, n=2 എന്ന് 1ലേക്ക് വരും, n=3 1ലോട്ട്. ആ സീരീസിന് നമ്മൾ പറയുന്ന പേരാണിത് ലൈമൻ സീരീസ് എന്ന് പറയുന്നത്. ഫിഗർ ക്ലിയർ അല്ലേ? ഫിഗർ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ വളഞ്ഞു കിടക്കുന്ന സാധനം നേരത്തെ നമ്മൾ പരത്തി വെച്ചതാണെന്നുള്ളൂ കേട്ടോ. അപ്പം അതാണ് നമുക്ക് ആ ഒരു സ്പെക്ട്രൽ സീരീസിൽ പറയാനുള്ളത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ളൂ. ഇവിടെ ലൈമൻ സീരീസ് ആണെങ്കിൽ അത് ഒരു വേർഡ്സിലാക്കി എഴുതിയെന്നുള്ളൂ കേട്ടോ. സെയിം സാധനം തന്നെയാണ്. ലൈൻസ് കറസ്പോണ്ടിങ് ടു ട്രാൻസിഷൻ ഫ്രം ഔട്ടർ എനർജി ലെവൽ n2 2 to infinity to first orbit n1=1 കോൺസ്റ്റിറ്റ്യൂട്ട് ലൈമൻ സീരീസ്. നമ്മൾ പറഞ്ഞതല്ലേ ലൈമൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ എനർജി ലെവലായിട്ടുള്ള n2 2 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളതിൽ നിന്നും ഫസ്റ്റ് ഓർബിറ്റ് ആയിട്ടുള്ള n1ലോട്ട് വരുന്ന ലൈൻസ്, ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇതിൽ വരിക, ലൈമൻ സീരീസിൽ വരിക. ആ ഒരു ലൈമൻ സീരീസിൻ്റെ ബേസിൽ നമ്മൾ വേവ് നമ്പർ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ u⁻= 1/λ r × 1/n1² - 1/n2² ആണ്. ഇവിടെ 1/n1² എന്ന് പറയുന്നതിൽ n1 എന്ന് പറയുന്നത് എത്രയാണ്? ലൈമൻ സീരീസിൽ 1 അല്ലേ? അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കും r × 1/1² - 1/n2² എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലൈമൻ സീരീസ് ആണെങ്കിൽ 1/1² - 1/n2² എന്ന് എഴുതിയാൽ മതി. അതിന് കാരണം n1 എന്ന് പറയുന്നത് ലൈമൻ സീരീസിൽ എപ്പോഴും 1 തന്നെ ആയിരിക്കും. ഈ ന്യൂ ബാറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വേവ് നമ്പർ എന്ന് പറയാം. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1/, വേവ് ലെങ്ത് ആണ്. 1/λ നമ്മൾ വേവ് നമ്പർ എന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങളോട് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ 1/λ r × 1/n1² - 1/n2² ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ ഒരു ലാംഡനെ അങ്ങോട്ട് കൊണ്ടുപോകുക, റെസിപ്രോക്കൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈമൻ സീരീസ് എന്ന് പറയുന്നത്. ദെൻ ബാൾമർ സീരീസ് ആണെന്നുണ്ടെങ്കിൽ n1=2 ആയിരിക്കും, n2 3 4 5 ആയിരിക്കും. ഇവിടെ n1ന് പകരം എന്ത് വരും? 2² എന്ന് വരും. ക്ലിയർ ആണോ പറയുന്നത്? ബാൾമർ സീരീസ് ഇങ്ങനെ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? 1/λ r × 1/2² - 1/n2² എന്ന് എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ഇത് ബാൾമർ സീരീസ് ആണ്, അത് നമ്മൾ വിസിബിൾ റീജിയനിലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ അടുത്തത് പാഷൻ ആണ്. പാഷനിൽ n1 എത്രയാണ്? 3 ആണ്. അപ്പോൾ നമ്മൾ വേവ് നമ്പറിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? ന്യൂ ബാർ r × 1/3² - 1/n2². എല്ലാവർക്കും മനസ്സിലായോ അതെങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്? പാഷൻ സീരീസിൽ n1 എന്ന് പറയുന്നത് 3 ആണ്, n2 എന്ന് പറയുന്നത് 4 5 6 ആണ്, അല്ലെങ്കിൽ അപ് ടു ഇൻഫിനിറ്റി വരെ നമുക്ക് പറയാം. അവിടെ നമ്മൾ വേവ് നമ്പർ എഴുതേണ്ടത് ന്യൂ ബാർ r × 1/n1² - 1/n2² ആണ്. ഇവിടെ n1 എന്ന് പറയുന്നത് പാഷൻ സീരീസിൽ 3 ആണ്, ദാറ്റ് ഈസ് 1/3² - 1/n2² എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ദെൻ പാഷൻ കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്, അതിൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ എഴുതാം. ന്യൂ ബാർ r × 1/4² - 1/n2² എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ 1/5² - 1/n2² എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണോ? ഈ ഒരു സ്പെക്ട്രൽ സീരീസ് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ചോദിക്കും. ഒന്നെങ്കിൽ പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ ആ സ്പെക്ട്രം വരച്ചിട്ട് എഴുതാൻ പറയും ഏതൊക്കെയാണ് സീരീസ് എന്നുള്ളത്. അപ്പോൾ എഴുതാനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടിയോ?
മനസ്സിലായോ? Yes, sir. വേവ് നമ്പറിൻ്റെ യൂണിറ്റ് വരിക സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഇവിടുത്തെ ആറിൻ്റെ വാല്യൂ എത്ര വരിക? R is equal to 109678. അതാണ് കേട്ടോ ആറിൻ്റെ വാല്യൂ വരിക. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? Sir, hello. ആ ചോദിക്കേ. Centimeter inverse എന്തിനാണ്? ഈ ഒരു ന്യൂ ബാറിൻ്റെ യൂണിറ്റ് ദാറ്റ് ഈസ് R into 1/n1 square minus 1/n2 square സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ് ഉണ്ടാവുക. അതിൻ്റെ യൂണിറ്റ് അതാണ് വരിക. അതെന്താ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് യൂണിറ്റ് വന്നത്? നമ്മുടെ ഈ ന്യൂ ബാർ എന്ന് പറയുന്നത് 1/λ അല്ലേ? ആ വേവ് ലെങ്ത് അല്ലേ ലാംഡ എന്ന് പറയുന്നത്? അത് നമ്മൾ സെൻറ്റിമീറ്ററിലല്ലേ പറയാ? ആ സെൻറ്റിമീറ്ററിൽ അല്ലെങ്കിൽ മീറ്ററിലാണ് നമ്മൾ വേവ് ലെങ്ത് പറയാ. ഓക്കെ. അപ്പം ആ ഒരു ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അതുകൊണ്ട് 1/, ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പം അത് മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇൻവേഴ്സ് അല്ലേ വരിക? സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നല്ലേ വരിക? ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ഏതാ വരിക? പെട്ടെന്ന് പറ. Lyman series. Lyman. ഉറപ്പാണോ? ഓക്കെ, ലൈമൻ സീരീസ് ആണ്. ഇതിൻ്റെതോ? ഏതാ വരിക? Infrared. ഇൻഫ്രാറെഡ് ആണ്. ഈ അൾട്രാ വയലറ്റിൽ വരുന്നത് ഏതാ? Lyman. വിസിബിൾ റീജിയൻ ആണെങ്കിലോ? Balmer. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിസിബിൾ റീജിയനിലാണ് ഇത് വരിക. ഓക്കെ. അപ്പം ഹൈഡ്രജൻ സ്പെക്ട്രം ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വേവ് ലെങ്ത്, വേവ് നമ്പർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ fall of electron from 5th energy level to 2nd energy level. ക്വസ്റ്റ്യൻ മനസ്സിലായോ? വേവ് ലെങ്ത് കണ്ടുപിടിക്കണം, വേവ് നമ്പർ കണ്ടുപിടിക്കണം, ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ഓക്കെ. നിങ്ങളോട് എന്താ പറഞ്ഞത്? തന്നിട്ടുള്ളത് ഇലക്ട്രോൺ അവിടെ നിന്ന് അങ്ങോട്ടാണ് പോണത്? 5th എനർജി ലെവലിൽ നിന്നും 2nd എനർജി ലെവലിലോട്ടാണ് പോണത്. കണ്ടുപിടിച്ചോ? എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നിങ്ങൾക്കതിന് വേണ്ടി ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിപ്പിച്ചു തന്നതാണ്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് തന്നത് എന്നുള്ളത് നോക്കുക. അത് വെച്ചിട്ട് വേവ് ലെങ്ത്, വേവ് നമ്പർ, ഫ്രീക്വൻസി പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഒന്ന് N1 ആണ്, മറ്റൊന്ന് N2 ആണ്. നമ്മളോട് 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം എൻ്റെ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് നിങ്ങൾ നാളത്തേക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ് മക്കളെ? റെഡ്ബർഗ് ഇക്വേഷൻ ആണ്. നമ്മളോട് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വേവ് ലെങ്ത്, വേവ് നമ്പർ ആൻഡ് ഫ്രീക്വൻസി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ റെഡ്ബർഗ് ഇക്വേഷൻ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ ഈക്വൽ ടു RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ആണ്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ബാൾമർ സീരീസ് ആണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് 2nd എനർജി ലെവലിലോട്ടാണ് വരുന്നത്. അവിടെ N1 എന്ന് പറയുന്നത് 2 ആണ്, N2 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ N1ൻ്റെയും N2ൻ്റെയും RHൻ്റെയും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/λ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/λ ഈക്വൽ ടു 109,678 ഇൻറ്റു 1/4 മൈനസ് 1/25 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറൗണ്ട് ന്യൂ ബാർ എന്ന് പറയുന്നത്, വേവ് നമ്പർ എന്ന് പറയുന്നത്
23032.17 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. എറൗണ്ട് കേട്ടോ, എറൗണ്ട് ഈ ഒരു വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ വേവ് നമ്പർ എന്ന് പറയുന്നത്. കിട്ടിയിട്ടുണ്ടോ? Yes, sir. ഓക്കെ, അപ്പോൾ നമുക്ക് വേവ് നമ്പർ കിട്ടി. വേവ് നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം 1/λ ആണെന്ന് അറിയാം അല്ലേ. ദാറ്റ് ഈസ് λ = 1/ν എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 1/ν എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വേവ് ലെങ്ത് കിട്ടും. അപ്പോൾ വേവ് നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വേവ് നമ്പർ കിട്ടും. ക്ലിയർ ആണോ? Yes, sir. ഇത് കിട്ടിയിട്ടുണ്ടോ? ഈ വാല്യൂ കിട്ടിയിട്ടുണ്ടോ? ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും, അത് പ്രശ്നമില്ല. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത്ത് നമ്മളിങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെസിമൽ മാറ്റി എഴുതുമ്പോൾ 1 2 3 4 5 5 സ്ഥാനം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 10⁻⁻5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 4.34 ഇൻറ്റു 10⁻⁵ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വേവ് നമ്പർ കണ്ടുപിടിച്ചു, വേവ് ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു. വേറെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? Frequency. ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? C/λ. ഉം? ആ, എന്ത് വെച്ച് കണ്ടുപിടിക്കുക? നമുക്ക് ന്യൂ ഈസ് ഈക്വൽ ടു C/λ ആണെന്ന് അറിയാം. അപ്പം ഇതിൽ കുറച്ച് ഞാൻ ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്താണ്. നിങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടുന്ന് ലാംഡ എന്താണെന്ന് അറിയാം. അപ്പോൾ നമുക്കറിയാം ന്യൂ ഈസ് ഈക്വൽ ടു C/λ ആണ്. അപ്പം ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തത് ന്യൂ ഈസ് ഈക്വൽ ടു 1/λ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1² - 1/n2² ആണ്. അവിടെ ലാംഡ എന്ന് പറയുന്നത് C/ν എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടുണ്ടോ? 6.9 × 10⁻12 ഹെർട്സ് എന്ന് കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് മറ്റേ ഇക്വേഷനിൽ കൊടുത്താലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അവിടുന്ന് നമ്മൾ ഈ ഒരു രൂപത്തിലാണ് എന്ത് കണ്ടുപിടിക്കുക? ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്താണ് ചോദിക്കുക എന്നുള്ളത് മനസ്സിലായോ? Yes, sir. Yes, sir. അതിനാണ് ഈ പ്രോബ്ലം ഒന്ന് അവിടെ എഴുതി വെക്കുക. ഈ പ്രോബ്ലം എഴുതി വെച്ചിട്ട് നാളെ അത് ചെയ്തിട്ട് വരിക കേട്ടോ. What are the limiting wavelength of hydrogen atom and helium ion in Lyman series of their spectra?